ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടല്ല, പകരം വേറെ ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഓക്കെ, പൈസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് നമ്മുടെ പൈത്തൺ കമ്മ്യൂണിറ്റിയിൽ എന്താ പറയുക ഈ അടുത്തായിട്ട് ലോഞ്ച് ചെയ്തതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, പൈസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ പറഞ്ഞു പൈത്തൺ ആക്ച്വലി വെബ് ഡെവലപ്മെൻറ്റ് യൂസ് ചെയ്യും, പക്ഷേ ബാക്ക് എൻഡിലാണ്, ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ല പൈത്തൺ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഇനി മുതൽ പൈത്തൺ ഫ്രണ്ട് എൻഡിലും കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രെയിം വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. നമുക്കൊരു സെർവറും കാര്യങ്ങളും ഇല്ലാണ്ട് തന്നെ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ, പിന്നെ എക്സ്റ്റേണൽ ഫയൽ ഹോസ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് എന്താ പറയുക യൂസസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രെയിം വർക്ക് കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഒരു പൈത്തൺ ഡെവലപ്പറിന് വളരെ സിമ്പിളായിട്ട് ഇനി ഫ്രണ്ട് എൻഡിലും ഒരു വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് എൻഡിലും വർക്ക് ചെയ്യാൻ ഉള്ളൊരു എന്താ പറയുക ഫ്രണ്ട് എൻഡിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു ഫ്രെയിം വർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ സാധാരണ ഒരു HTML പേജിൽ എങ്ങനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എംബെഡ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ച് എംബെഡ് ചെയ്യുന്ന പോലെ തന്നെ പൈസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിച്ച് നമുക്ക് HTML പേജിൽ പൈസ്ക്രിപ്റ്റിനെ ലോഡ് ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മുടെ ആനാക്കോണ്ട എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ പറയുന്ന പൈസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആനാക്കോണ്ടയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കമ്പനിയാണ്. അതായത് ഈ പറയുന്ന നമ്മൾ പറഞ്ഞു പൈത്തൺ വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നൊരു മേഖലയാണ് ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ മെഷീൻ ലേണിങ്ങിൻ്റെ ടൂൾസും കാര്യങ്ങളും ലൈബ്രറീസ്, അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ചും അത്തരം സംഭവങ്ങളൊക്കെ അത്തരം ടൂൾസോ ലൈബ്രറീസൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അത്തരം കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്ന, ഡാറ്റാ സയൻസിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അനാക്കോണ്ട എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ മെഷീൻ ലേണിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്, അല്ലെങ്കിൽ പിന്നെ ഒരു IDEO എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഈ അനാക്കോണ്ട എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെയാണ്. ഓക്കെ, നമ്മൾ മെഷീൻ ലേണിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറയുന്നൊരു ID ഒക്കെ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അനാക്കോണ്ടയുടെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ പൈസ്ക്രിപ്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. PyScript.net എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ചെന്ന് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യണം എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ മെയിൻ ചോദ്യത്തിലേക്ക് അടക്കാം. ജാവാസ്ക്രിപ്റ്റ് ഇതോടെ അവസാനിക്കുകയാണോ എന്നല്ലേ? ഒരിക്കലുമല്ല. കാര്യം പൈസ്ക്രിപ്റ്റ് എന്ന ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഒരിക്കലും എന്താ പറയുക, ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഫീൽഡിലുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്ന് മാത്രമേ പൈസ്ക്രിപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഒരിക്കലും അതിന് പകരം ഒരിക്കലും ആവില്ല. അപ്പോൾ നമുക്ക് പൈത്തൺ ഡെവലപ്പേഴ്സിന് വളരെ സിമ്പിളായിട്ട് കുറച്ചുകൂടി എന്താ പറയുക ഫോക്കസ് ചെയ്ത് ഫ്രണ്ട് എൻഡിലും കൂടി ഫോക്കസ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് പൈസ്ക്രിപ്റ്റിന് മാത്രമായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ നേറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല പൈത്തൺ കോഡുകളും കാര്യങ്ങളൊക്കെ ഒരു വെബ് ബ്രൗസറിനുള്ളിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ പൈസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മാക്സിമം ആയി വരുന്നതേ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ അടുത്ത് നടന്ന വലിയൊരു കാര്യമായിരുന്നു നമ്മുടെ വെബ് ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ പൈത്തൻ്റെ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും. അപ്പോൾ അത്തരം ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. വളരെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വീഡിയോ സീരീസും കാര്യങ്ങളെല്ലാം ഉടനെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.